പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഫെബ്രുവരി 15 ഞായർ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നാളെ മുതൽ നാം വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ എങ്ങനെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു? വെറും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടുമോ, അതോ ആത്മീയമായ നവീകരണത്തോടും ഹൃദയ പരിവർത്തനത്തോടുമോ? നാം വായിച്ചതായ വേദഭാഗത്തിൽ ഖാനാവിലെ കല്യാണത്തിന്റെ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നിന്ന് നോമ്പിലേക്കുള്ള മനോഹരമായ ആത്മീയ പാഠം നമുക്ക് ലഭിക്കുന്നു. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം വീഞ്ഞാക്കി വെള്ളത്തെ മാറ്റുന്നു. ഈ അത്ഭുതം വെറും ഒരു സന്തോഷത്തിനായുള്ള ഇടപെടലല്ല, മറിച്ച് നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ മാറണം എന്നതിൻ്റെ ഒരു ദൈവിക സന്ദേശമാണ് നൽകുന്നത്. ആദ്യം നാം ഈ വേദഭാഗത്തിൽ കാണുന്നത് ആ ഭവനത്തിൽ യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചു എന്ന സത്യമാണ്. യേശു ക്ഷണിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു അത്. യേശു ഇല്ലാത്തിടത്ത് യഥാർത്ഥ സന്തോഷം നിലനിൽക്കുകയില്ല. എന്നാൽ യേശു ഉള്ളിടത്ത് അനുഗ്രഹവും സമാധാനവും അത്ഭുതവും ഉണ്ടാകും. അതുപോലെ തന്നെ യേശുവില്ലാത്ത നോമ്പ് വെറും അനുഷ്ഠാനവും ആചാരവും മാത്രമാണ്. എന്നാൽ യേശുവിനെ ക്ഷണിച്ചതായ നോമ്പ് വിശുദ്ധീകരണത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും അനുഭവമായി മാറുന്നു. അതുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയും പ്രാർത്ഥനയോടെയും ആത്മപരിശോധനയോടെയും നമ്മുടെ ജീവിതം അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക എന്നതുമാണ്. വീണ്ടും വേദഭാഗത്തിൽ നാം കാണുന്നു, അവിടെ ഒരു കുറവ് സംഭവിക്കുന്നു. വീഞ്ഞ് തീർന്നു പോകുന്നു. മറിയം യേശുവിനോട് വളരെ ലളിതമായി പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. ഈ വാക്കുകൾ നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ കുറവ് തിരിച്ചറിയാതെ ഒരിക്കലും ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്കുവാൻ സാധിക്കില്ല. നോമ്പെന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിയാനുള്ള സമയമാണ്. നമ്മുടെ പ്രാർത്ഥനയിലുള്ള ക്ഷീണം, സ്നേഹത്തിലെ കുറവ്, വിശുദ്ധിയില്ലായ്മ, പാപത്തിലേക്കുള്ളതായ വീഴ്ച എന്നിവ നമുക്ക് സമ്മതിക്കേണ്ട സമയമാണിത്. എനിക്കെല്ലാം ശരിയാണ് എന്ന് പറയുന്നതിന് പകരം, ദൈവമേ എനിക്ക് നിന്നെ വേണം, എനിക്ക് കുറവുണ്ട് എന്ന് സമ്മതിക്കുന്ന വിനയം നമുക്കുണ്ടാകണം. പശ്ചാത്താപമില്ലാത്ത നോമ്പിന് യാതൊരു അർത്ഥവുമില്ല. മറിയം ഈ വേദഭാഗത്തിൽ സേവകരോട് പറഞ്ഞതായ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവൾ പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുക. ഈ വാക്കുകളിലാണ് നോമ്പിൻ്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നത്. യേശു പറഞ്ഞത് അവർ അനുസരിച്ചു. പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനെ ചോദ്യം ചെയ്തില്ല, അവർ അനുസരിച്ചു. അവർ സാധാരണ വെള്ളം നിറച്ചു, എന്നാൽ അതിനെ വീഞ്ഞാക്കി മാറ്റിയത് യേശു ആയിരുന്നു. അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കേണ്ടതുണ്ട്. നാം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദാനം ചെയ്യണം, ക്ഷമിക്കണം, പാപം ഉപേക്ഷിക്കണം. നമ്മുടെ ഭാഗം വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവം അതിനെ അത്ഭുതമാക്കി മാറ്റും. വേദഭാഗത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ മാറ്റമാണ്. വെള്ളം വീഞ്ഞായി മാറുന്നു. സാധാരണ ഒന്നിനെ യേശു അസാധാരണമായി മാറ്റുന്നു. ഇതാണ് നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. നമ്മുടെ സാധാരണ ജീവിതം ആത്മീയമായി ഉന്നതിയിലേക്ക് മാറണം. പാപം വിശുദ്ധിയിലേക്ക് മാറണം. നിരാശ പ്രത്യാശയായി മാറണം. ദൈവം നമ്മെ പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിലേക്ക് നാം യേശുവിനെ ക്ഷണിച്ചും നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞും അവൻ്റെ വചനത്തിനനുസരിച്ചും
മാറ്റത്തിനായി കാത്തിരുന്നും പ്രവേശിക്കണം. അങ്ങനെ ചെയ്താൽ കാനാവിലെ അത്ഭുതം പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കും. ഈ നോമ്പ് വെറും ഒരു ആചാരമായി മാത്രം അവശേഷിക്കാതെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വിശുദ്ധ അനുഭവമായി തീരട്ടെ. വെള്ളം വീഞ്ഞായതുപോലെ നമ്മുടെ ജീവിതവും ദൈവം മഹത്വകരമായി മാറ്റട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഈ വിശുദ്ധ നോമ്പ് കാലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. കാനായിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതവും അവിടുന്ന് മാറ്റണമേ. ഞങ്ങളുടെ കുറവുകൾ തിരിച്ചറിയാനുള്ള വിനയം, നിന്റെ വചനം അനുസരിക്കാനുള്ള ഹൃദയം, വിശുദ്ധിയിൽ നടക്കാനുള്ള ശക്തി എന്നിവ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഈ നോമ്പുകാലം വെറും ആചാരമായി മാത്രം അവശേഷിക്കാതെ ആത്മീയ നവീകരണത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും സമയമായി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലും നിന്റെ മഹത്വം പ്രത്യക്ഷപ്പെടണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.